അന്റെ പോവാണോ? ഞാൻ പോവാണ്. അമ്മ ചെറിയൊരു വിശേഷമുണ്ട്. അയ്യോ, ഇനി നമ്മള് കളർ ചെയ്യാൻ വേണ്ടി പോവാട്ടോ. അത്യാവശ്യം അൺഹെൽത്തി ആയിട്ടുള്ള ഹെയർ മുഴുവൻ നമ്മൾ വെട്ടിക്കളഞ്ഞു. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നിപ്പോ ഞാനില്ലേ ഒന്ന് സലൂൺ വരെ പോവാണ്. വേറൊന്നും കൊണ്ടിട്ടല്ല, കുറേ നാളായി ഞാൻ വിചാരിക്കണു ഹെയർ ഒന്ന് റീടച്ച് ചെയ്യണം. അതുപോലെ തന്നെ ഫുൾ കളറില്ലേ, ഹെയറിലെ കളർ ഫുൾ ഇതേ ഇവിടം വരെ എത്തി കേട്ടോ. അതായത് വളർന്ന് താഴെ വരെ എത്തി. ഇവിടെ ഒന്നും ഇപ്പം ഇല്ല, ഇപ്പോൾ ഫുൾ ബ്ലാക്ക് ആണ് ഇവിടെ. നിങ്ങൾ കുറേ നാളായിട്ട് എന്നെ ഫോളോ ചെയ്യണതാണ്, നിങ്ങൾക്ക് അറിയാം എനിക്ക് ബ്ലാക്ക് ഹെയർ അധികം ഇഷ്ടമില്ലാത്ത കാര്യമാണ്. എനിക്ക് ഇത്തിരി ബ്രൗൺ ആയിട്ടുള്ള ഹെയർ, കുറച്ച് ബ്ലോണ്ട് ഹെയർ ഒക്കെയാണ് എനിക്ക് താല്പര്യം. ഇതുവരെ എനിക്ക് തോന്നുന്നു +2 കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ കളർ ചെയ്യാണ്ടിരുന്നിട്ടില്ല. +2 കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ മുതലേ കളർ ചെയ്യാൻ തുടങ്ങിയാണ്. എന്നൊക്കെ മുടി വെട്ടുക അന്നൊക്കെ ഞാൻ കളർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കളറ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ 1 വർഷത്തിന് മേലെ ഞാൻ കളർ ചെയ്തിട്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ബോട്ടോക്സ് ഒക്കെ ചെയ്തത്. അപ്പോൾ ഈ ഇതില്ലേ നമ്മുടെ ഈ ബ്ലീച്ച് ചെയ്ത പോർഷൻ, ഇതിൻ്റെയൊക്കെ കളർ ഓറഞ്ച് കളറാണ്. ഇതൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് ഒന്ന് റീടച്ച് ചെയ്യണം. കുറച്ചും കൂടി കളറൊക്കെ കയറ്റി കുറച്ചും കൂടി ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കണം ഹെയർ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അങ്ങനെ ചെയ്യാനൊക്കെ ആയിട്ട് സലൂണിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാൽ ഇന്നത്തെ വ്ളോഗ്. സോ ഗൈസ്, ലെറ്റ്സ് ജംപ് ഇൻടു ദ വീഡിയോ. മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഞാനില്ലേ സൺസ്ക്രീൻ ഇല്ലാണ്ട് പുറത്തേക്ക് ഇറങ്ങില്ല കേട്ടോ. ഞാൻ വിശ്വസിക്കണം അങ്ങനെയാണ്. നല്ലൊരു പ്രൊട്ടക്ഷൻ നമുക്ക് സൺസ്ക്രീൻ ആണ് തരണേന്നുള്ളതാട്ടോ സ്കിന്നിന്. അപ്പോൾ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു അക്വലോജിക്കയുടെ സൺസ്ക്രീൻ ഇല്ലേ, ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് എവർ സൺസ്ക്രീൻ ആണ്. ടാനിന്നും പൊല്യൂഷനിൽ നിന്നും പ്രൊട്ടക്ഷൻ തരണ ഒരു സൺസ്ക്രീൻ. ഈ ഒരു അക്വലോജിക്ക ഗ്ലോ പ്ലസ് സൺസ്ക്രീനിലെ APF ഉണ്ട് കേട്ടോ, അതായത് ആന്റി പൊല്യൂഷൻ ഫാക്ടർ ഉണ്ട്. ഇത് 80% എൻവയോൺമെന്റൽ പൊല്യൂട്ടൻസിൽ നിന്നില്ലേ പ്രൊട്ടക്ഷൻ തരും. ഇതിൽ SPF 50 PA++++ ഉണ്ട് കേട്ടോ. പിന്നെ പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ടാനും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇതിൽ വിറ്റമിൻ സി ഇൻഫ്യൂസ്ഡ് ആയതുകൊണ്ടില്ലേ ഒരു ഡ്യൂയി ആയിട്ടുള്ള ഗ്ലോയിങ് സ്കിൻ തരും. അതുപോലെ തന്നെ ഇതിൽ പപ്പായ എക്സ്ട്രാക്ട്സ് ഇല്ലേ സ്കിന്നെ നല്ല രീതിയിൽ ബ്രൈറ്റൻ ചെയ്യും. പിന്നെ ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. ഓൾസോ ഇല്ല ഇതിൻ്റെ ടെക്സ്ചർ ഭയങ്കര ക്വിക്കലി അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടെക്സ്ചർ ആട്ടോ. പിന്നെ ഇതിലെ നോൺ കോമഡോജനിക്കും ആണ്. ഇത് SPPF അതായത് സൺ ആൻഡ് പൊല്യൂഷൻ പ്രൊട്ടക്ഷൻ തരുന്ന ഫസ്റ്റ് എവർ സൺസ്ക്രീൻ ആണ് കേട്ടോ. ഈ ഒരു അക്വലോജിക്കയുടെ ഗ്ലോ പ്ലസ് ഡ്യൂയി സൺസ്ക്രീൻ ആണ് കേട്ടോ. അൾട്ടിമേറ്റ് ഡിഫൻസ് ഫ്രം ടാൻ ആൻഡ് പ്രൊട്ടക്ഷൻ തരുന്ന ഓൺലി സൺസ്ക്രീൻ. ഈ ഒരു സൺസ്ക്രീൻ വിവോ ടെസ്റ്റഡും കൂടിയാട്ടോ. എന്റെ കൂപ്പൺ കോഡ് ആയിട്ടുള്ള ശരണ്യ 2025 യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അക്വലോജിക്ക.in 20% ഓഫറും കൂടി കിട്ടുന്നതാണ്. പിന്നെ പ്രൊഡക്റ്റ് ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട് ആൻഡ് പേർപ്പിളിൽ അവൈലബിൾ ആണ്. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. ഇത് പറഞ്ഞപ്പോഴത്തേക്ക് എന്റെ കെട്ടിയുണ്ട് ചവിട്ട് ആക്സിലേറ്ററിലിട്ട്. അല്ല, പോകുമെന്ന് പറഞ്ഞപ്പോ തന്നെ 2 ചവിട്ട് ആക്സിലേറ്റർ ഇട്ടിട്ട്. അപ്പൊ ഞങ്ങൾ ശരിക്കും പോകണം കേട്ടോ. ഹലോ, അതെ വീണ്ടും കണ്ടുമുട്ടിയിരിക്കണം. അതെ, രാഹുലാണ് നമ്മൾ സ്ഥിരം വന്ന കേട്ടോ. മിക്കവാറും ഞാൻ ഇവിടെയൊക്കെ തന്നെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി വരണം, കളർ ചെയ്യാൻ വേണ്ടി വരണം. അപ്പൊ ഇന്നതേ എന്റെ ഹെയർ ഇവിടെയൊക്കെ ഒന്ന് റീടച്ച് ചെയ്യണം കളർ. നമുക്ക് പറയാം, ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. കുറേ നാളായിട്ട് തൊട്ടിട്ടില്ല. അത് കണ്ട മുടി ഇവിടെ എത്തി എന്റെ കളറ്. ഓ, ഇത്രയും എന്റെ മുടി വളർന്നെന്നുള്ളതാണ് അതിന്റെ അർത്ഥം. എന്താ രാവിലെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? നമുക്ക് എന്തായാലും കളർ വേണം. അതെ, ആ ബ്ലീച്ച് മാത്രമായിട്ട് കാണുന്നത് മാറ്റാം നമുക്ക്. ഇതിനോട് സിമിലാരിറ്റി വരുന്ന ടോൺ ഇവിടെ ആഡ് ചെയ്യാം. ബ്ലാങ്ക് ഫീൽ വരും. ഓക്കെ, ഡൺ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. എനിക്കും എക്സൈറ്റഡ് ആയിട്ട് എന്താണ് കാണാൻ, ഏത് കളറാണെന്ന് കാണാൻ വേണ്ടി. മുടിയോട് വെട്ടിക്കളഞ്ഞാലാ? ഷോർട്ടാക്കട്ടെ. ഇത് കാണുന്ന എന്റെ അമ്മ ഷോർട്ടാക്കാൻ പറഞ്ഞില്ലേ, എന്തിനാ വധിക്കൂന്ന് എന്റെ അമ്മ പറഞ്ഞേക്കണേ. അതെ, അപ്പൊ അഭി എന്ത് ചെയ്യണോടാ? ഞാൻ മുടി വെട്ടണോ അല്ലെങ്കിൽ ജസ്റ്റ് ഷേപ്പ് ചെയ്ത് വിടണോ? മുട്ടയടിക്കുന്ന എനിക്ക് ആഗ്രഹമുണ്ടോ? പക്ഷെ നിന്നെയാണ് ഞാൻ ഇന്ന് വെച്ചേക്കണം അഭി. നിന്നിന്ന് ഷേവ് ചെയ്ത് കളയണമെന്ന് ഞാൻ പറയും രാഹുലിനോട്. നമുക്ക് ട്രൈ ചെയ്യാട്ടോ. അതിൽ നിന്ന് വേറൊരു അഭിയാക്കി എടുക്കാം. നോക്ക് എനിക്ക് ശരിക്കും അത്ഭുതം തോന്നുന്നുണ്ട്. കാരണം എന്റെ മുടിയില്ല ഇത്രയും വളർന്നു. ഇപ്പൊ ഞാൻ ഇങ്ങനെ സൈഡിൽ ഇട്ടേക്കണോണ്ടാ സെന്റർ പാർട്ടീഷൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. നിങ്ങൾക്ക് കണ്ടത് ഇവിടം വരെ ഞാൻ വളർന്നിട്ടില്ലേ മുടി, ബാക്കിയാണ് എന്റെ ഹെയർ കളറുള്ളൂ. അപ്പൊ ഇവിടെയൊക്കെ ഒന്ന് ടച്ച് ചെയ്യണം. കാരണം ഇവിടെ ഭയങ്കര ജെറ്റ് ബ്ലാക്ക് ആയിട്ടും ഇവിടെ ഭയങ്കര ബ്ലീച്ച് ചെയ്ത കളറുമായിട്ട് ഇരിക്കട്ടെ. അപ്പൊ നമ്മള് ഇതും കൂടി ഒന്ന് മെർജ് ചെയ്തെടുക്കാൻ വേണ്ടി പോവാ. ഭംഗിയില് പൊതിയാൻ വേണ്ടി രാഹുല് പേപ്പർ കൊടുത്തിട്ടുണ്ട്. അതെ, ഇതെന്റെ പണിയായുധങ്ങളാണ് രാജാവേ.
എനിക്ക് ചെയ്യാനുള്ള ടെസ്റ്റ് കളറായിട്ട് രാഹുലിന്റെ കയ്യിൽ ഇരിക്കണം. നോക്കി മനസ്സിലാവുള്ളട്ടോ എന്ത് കളറാണ്. അടിക്കുമ്പോ കാണാം. ബാക്കി ഒരു വേസ്റ്റ് ഗ്ലാസ്. അത്ര സ്വാൻഡ് എന്താണെന്ന് പറഞ്ഞ കേട്ടില്ല. നിങ്ങൾ എന്തി തമാശ പറഞ്ഞോണ്ടിരിക്കുന്ന കേക്കട്ടെ. വിചാരിക്കാത്ത തെണ്ടികളായിരിക്കും നമ്മളെ പറ്റിക്കണത്. അല്ല രാഹുൽ അങ്ങനെ ആയിരിക്കും അല്ലേ? ആണ്ടാ പാവം ദിയാകൃഷ്ണയ്ക്ക് മാത്രമല്ല ഇവിടെ പലർക്കും പല അനുഭവങ്ങളുണ്ടെന്ന് കണ്ടപ്പതേ തേച്ചുകൊണ്ടിരിക്കണുണ്ടോ എന്റെ ഹെയർ കളർ. രാഹുല് ആ തേക്കണല്ല ഈ തേക്കണ. ഇപ്പൊ രണ്ട് ഈ സ്ട്രാൻഡ്സ് ചെയ്തിട്ടേക്കണ എന്താന്ന് അറിയാമോ? ഡെമോ കളറാണ് കേട്ടോ. രണ്ടും ഡിഫറെന്റ് കളറാണ്. അപ്പൊ ഏതാണ് ബെറ്റർ എന്ന് നോക്കിയിട്ട് ചെയ്യാന്ന് ഓർത്താ ഒരു 15 മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാന്ന് രാഹുല് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് കളർ ഡിസൈഡ് ചെയ്യാം. കണ്ട മോനെ കൂട്ട് വന്ന് അഭിനയം പിടിച്ചിരുത്തി മുടി കെട്ടിച്ച് മറ്റേ ഫ്രണ്ട്സിലെ ജയറാമിന്റെ ലുക്കില്ലേ, അതാണ് നമുക്ക് വേണ്ടത്. വേണ്ട അനന്തു എന്തോ ഒരു സാധനം കാണിച്ചു കൊടുത്തു. അതെ, അപ്പൊ അതാണ് ഇപ്പൊ അഭിനയം ചെയ്യാൻ പോണെ രാഹുല്. ഇത് പെടലിക്കെട്ടാണത് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിട്ടുള്ള, മനസ്സിലായ? ഞാൻ ചെയ്യണോ രാഹുലെ? നോക്കട്ടെ. അബി എടാ ഇതൊരു പ്രാങ്ക് ആയിരുന്നടാ. നിന്നെ മൊട്ടടിക്കാൻ പോണേ. ശരിയാ, ഭയങ്കര സാറ്റിസ്ഫൈങ് ആടാ ഇങ്ങനെ മുടി പോണാണ്. ഇതാരാണ്? നല്ല നല്ല ഇറക്കടാ. കൊള്ളാട്ടോ അനന്ത് സ്റ്റൈലിങ് കൊള്ളാട്ടോ. ഇതൊരു ജോലിയാക്കിയാലോ? അതെ, അനന്ത് സ്റ്റൈൽ ചെയ്ത് കട്ടിങ് ആൻഡ് ഷേവിങ് രാഹുല്. പക്ഷെ കൊള്ളാട്ടോ, നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ട് രാഹുല്. നല്ല ടെക്സ്ചർ ഒക്കെ ഉണ്ട്, കുറെ കുറെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. വേറെ ലുക്ക് അബി പിന്നെ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല. അന്റെ പോവാണോ? ഞാൻ പോവാണ്. അനന്തു എന്നെ ഇവിടെ ഇരുത്തിയിട്ട് ജസ്റ്റിന്റെ അടുത്ത് പോവാണല്ലേ? ജസ്റ്റിൻ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോവാട്ടെ. എനിക്ക് നല്ല ടൈം എടുക്കും, അതുകൊണ്ടിട്ട് ഫ്രണ്ടിന്റെ അടുത്തേക്ക് പോവാ. ബൈ, ടാറ്റാ, ബൈ. ഹെയർ ഇപ്പതേ ജസ്റ്റ് വാഷ് ചെയ്ത് വന്നതേ ഉള്ളൂ കേട്ടോ. സീരിയസ്ലി ഗൈസ്, എന്റെ ഹെയറിന്റെ അവസ്ഥ പരിതാപകരമാണെന്നാണ് രാഹുൽ പറഞ്ഞത്. കാരണം എലാസ്റ്റിക് പോലെ ആയിട്ടാ ഹെയർ. വലിക്കുമ്പോ തന്നെ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ട് പോകണം. കാണിച്ചു തരും രാഹുൽ, കാണിച്ചു തരും. ക്ലോസപ്പ് ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. ഇത്രയും വീക്കാട്ടെ എന്റെ ഹെയർ. അപ്പൊ ഞാൻ ഓർത്തു അങ്ങോട്ട് വെട്ടിക്കളഞ്ഞോന്ന്. സീരിയസ്ലി എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ലെങ്ത്തിൽ ഹെയർ വളർത്താന്നുള്ളത്. ഇതെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ എന്റെ അമ്മേന്റെ എന്താ പറയണെന്ന് എനിക്കറിയില്ല. പക്ഷെ അത്രയ്ക്കും ഭയങ്കര ഡാമേജ് ആയിട്ടോ ഹെയർ. അപ്പൊ ഞാൻ ഓർത്ത് ഓക്കെ കട്ട് ചെയ്ത് കളയാം. ഇതിപ്പോ കൊണ്ടാടുന്ന ചിലപ്പോ പൊക്കത്തെ ഹെയർ ഈ നല്ല ഹെയറിനെയും കൂടി ഇത് എഫക്ട് ചെയ്യും. അപ്പൊ അതങ്ങ് കട്ട് ചെയ്ത് കളയാന്ന് ഓർത്തു. മാക്സിമം ഹെൽത്തി ആയിട്ട് കിട്ടണ അവിടെ വെച്ച് കട്ട് ചെയ്യാട്ടോ. എനിക്കിപ്പോ അടുത്ത മാസം ചാർക്കര കല്യാണം ഉള്ളതുകൊണ്ട് മുടി ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യേണ്ട കൊണ്ടാണ് ഷോർട്ട് ഹെയർ വേണോ എന്ന് ആലോചിക്കണം. എന്നാലും നോക്കട്ടെ എന്ന് പറഞ്ഞ രാഹുല്. എത്രത്തോളം ആണോ ബ്രേക്ക് ചെയ്യണം അതനുസരിച്ചിട്ട് കട്ട് ചെയ്ത് കളയാന്ന് പറയാട്ടോ. സീരിയസ്ലി ഗൈസ്, എനിക്ക് ഒന്നില്ലെങ്കിൽ നല്ല ഇവിടം വരെ നല്ല ഇടത്ത് കൂർന്ന നല്ല വലിയ ഹെയർ, അല്ലെങ്കിൽ ഷോർട്ട് ഹെയർ. അതാണ് എനിക്ക് മിഡ് ഹെയർ മടുത്തു. കാരണം ഓൾമോസ്റ്റ് എന്റെ കോളേജ് സമയത്ത് ഞാൻ മിഡ് ഹെയറിലാണ് നടന്നിരുന്നത്. അപ്പൊ എനിക്ക് അത് വേണ്ട എന്തായാലും. നമ്മൾ ഇത്രയും കട്ട് ചെയ്യാൻ പോവാട്ടോ. അതും സ്വർണ്ണൊക്കെ അത്രയും കട്ടിക്കോ അത്രയും വാഴ്ത്തി പഴയപ്പോ ഞാൻ ഓർത്തില്ല. അത്രയും വെച്ച് എന്റെ കൂടി കൂടെ മുറിച്ചോളയെന്ന്.
വളരെ എനിക്ക് വിഷമം തോന്നുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, നല്ലൊരു ഇതിനു വേണ്ടിയല്ലേ എന്ന് ആലോചിക്കുമ്പോ എനിക്കില്ലേ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ നീളത്തിൽ വളർത്തണം എന്നുള്ളത്. പക്ഷെ നല്ല മുടി നീളത്തിൽ വളർത്തിയിട്ടേ കാര്യമുള്ളൂ. കാരണം മറ്റേത് ഇങ്ങനെ ഡീറ്റാങ്കിൾ ചെയ്യുമ്പോഴാണെങ്കിലും ഒക്കെ ഈ മുടിനെയൊക്കെ അത് എഫക്ട് ചെയ്യും. പക്ഷെ ഈ മുടി സ്ട്രോങ് ആന്ന് പറയാം. നമുക്ക് ഈ മുടി വളർത്താം. 2 വർഷം മതി മുടി വളർത്തിയെടുക്കാനായിട്ട്. ചെയ്യാം നമുക്ക്. നോക്കി ഇതിനിടയ്ക്ക് നമ്മുടെ കൊച്ചിറക്കൻ എത്തിയിട്ടുണ്ട് കേട്ടാ. എന്നാ വിളിച്ചേക്കണ മാറിക്കോ എല്ലാരും പറ്റണില്ല ഇപ്പൊ. ഇപ്പഴെങ്കിലും അറിഞ്ഞാൽ നന്നായിട്ടാ. അത് ഞാൻ ഇത് വെച്ചോണ്ട് നടന്നേനെ. ഇത്ര നാളും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ പൊട്ടിപ്പോണ അവസ്ഥ. ശരിക്കും മുടി ഇങ്ങനെ വലിക്കുമില്ലേ, റബ്ബർ ബാൻഡ് പോലെ ഇങ്ങനെ വലിഞ്ഞു വന്നു. ശരിക്കും ഞാൻ ഇന്നത് ഫീൽ ചെയ്തത്. ഇനിയിപ്പോ ഞാൻ കളർ ചെയ്യണമെന്ന് ആലോചിക്കാം. രസമുണ്ട് ഇപ്പൊ. ഇവിടെ ആണെങ്കിൽ ഒന്ന് ടച്ച് ചെയ്തൂടാ രാവിലെ. പിന്നെ ഇത് കൗണ്ട് ചെയ്യണ്ടല്ലോ. മുടി തിരുമ്പി വരും. ഇനി നമ്മൾ കളർ ചെയ്യാൻ വേണ്ടി പോവാട്ടോ. അത്യാവശ്യം അൺഹെൽത്തി ആയിട്ടുള്ള ഹെയർ മുഴുവൻ നമ്മൾ വെട്ടിക്കളഞ്ഞു. എന്നാലും ഇനി കുറച്ചും കൂടി ഉണ്ടിട്ട് ഇതിന് വളരണം. ശരിക്കും ഇവിടെ വെച്ച് കട്ടിയോടെ എനിക്ക് ഇത്ര ഉണ്ടാവുള്ളൂ. ബോബ് പോലെ ഇരിക്കും കേട്ടോ. അതുകൊണ്ട് നമ്മൾ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇത്രയും അൺഹെൽത്തി അല്ല ഈ ഹെയർ എന്നല്ലേ പറയണേ. എന്റെ അത്ര ഇല്ല. അത് എന്റെ ശരിക്കും ഇല്ലേ ഇങ്ങനെ വി കട്ട് ആയിരുന്നു കേട്ടോ ആദ്യം കിടന്നേച്ച. ഒരു ടൈപ്പ് ഓഫ് വി ആയിരുന്നു. അപ്പൊ അത് കട്ട് ചെയ്തോളം ഞാൻ വിചാരിക്കാറുണ്ട്. പക്ഷെ ഇത്രയും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വിചാരിച്ചില്ല. ഇനിയിപ്പൊ ഇവിടെയൊക്കെ നമ്മള് ഹെയർ കളർ ടച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാം. പെട്ടെന്നാവും. പക്ഷേ ടോപ്പിലേക്ക് പുറത്തുനിന്നെല്ലാം മനസ്സിലായിരിക്കും. നോക്കി രാഹുലിനെ കാണിച്ചു വെച്ചേക്കണ അല്ലേ. ഞാൻ ഒരു ആഫ്രിക്കൻ തത്തയുടെ പോലെ ഇരിക്കണം. ഫ്രണ്ട് പോർഷനിൽ ക്ലിപ്പ് ചെയ്തിട്ട് ഈ ഹെയർ വന്ന് കിടന്നിട്ട് നോക്കി ഇത്രയും ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഈ ബ്ലാക്കും ഈ ഹെയറും കൂടി. ഇതുകൊണ്ട് തന്നെ ഞാൻ വന്നത് കളറൊന്ന് മാറ്റണമെന്നും പറഞ്ഞിട്ട്. ആഫ്രിക്കൻ തത്തനെ അല്ലേ അബി? കൊക്കാട്ട്. ഓ ഒരു പ്രത്യേക പക്ഷി അതാണ് പറയുന്നത്. അതാണ് ഞാൻ എന്നാ പറയുന്നത്. രാഹുലിനും ചെയ്യാറ് നല്ല ജെറ്റ് ബ്ലാക്ക് ഹെയർ. എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല, കളർ ചെയ്തിട്ട് ഇഷ്ടം. കുറച്ചും ബ്രൈറ്റ് ആയിട്ട് ചെയ്യല്ലേ നമുക്ക് താഴത്തെ ഇങ്ങനെ കുറച്ചും കൂടി കളർ എക്സ്പോഷൻ ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ താഴത്തെ ഡാർക്ക് അത്ര ഡാർക്ക് ആക്കണ്ട. കുറച്ച് ബ്രൈറ്റ് ആക്കി തന്നെ പിടിക്കും. അനന്ത് പോയി, കൊച്ചിറക്കം പോയി, നീയും കൂടി പോവാണ് അതിനിട്ടിട്ട്. അതെ ഞങ്ങള് പാർട്ടിക്ക് പോവാട്ടോ. ഞാൻ ചിലപ്പോ വ്ളോഗ് ചെയ്യില്ല, കാരണം കഴിഞ്ഞ ദിവസം ഓൾറെഡി ഒരു പാർട്ടിയുടെ വ്ളോഗ് അപ്പ് ചെയ്തതാ. അപ്പൊ ഇനിയിപ്പോ ഞങ്ങള് എല്ലാരും പാർട്ടിക്ക് പോയി മീറ്റ് ചെയ്യുള്ളൂ. എന്റെ ഹെയർ ഇപ്പൊ ഏകദേശം ഈ ബേസ് കളർ ഇങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനി ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് ഭയങ്കര തെറിച്ച ഫ്ലാഷി കളറില്ലാത്തൊരു കളർ ചെയ്യാൻ പോവാ. ആ ഊബർ അയ്യോ വാങ്ങി ചെന്ന വിട്ടോ വിട്ടോ. ബൈ 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 പാക്കല. ആഹാ നല്ല സൂപ്പർ. അങ്ങനെ ഹെയർ കട്ടും കളറിങ്ങും ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഹെയർ കട്ട് ചെയ്തത് ഒരു നിസ്സഹായ അവസ്ഥ കൊണ്ടിട്ടാട്ടോ, കാരണം അത്രയും ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ബാക്ക് ഫുൾ സ്ട്രെയിറ്റും ഫ്രണ്ട് ചെറിയൊരു ലെയേഴ്സും ആയിട്ട് എടുത്തേക്കണം. കളറാണെങ്കിലും അതേ ഭയങ്കര സട്ടിലായിട്ടുള്ള
ഓവർ പവറിങ് അല്ലാതെ ഇത്ര നാളെ നിങ്ങൾ എന്നെ ഓവർ പവറിങ് ആയിട്ടുള്ള ഷെയ്ഡിലല്ലേ കണ്ടോണ്ടിരുന്നത്. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയല്ല, ജസ്റ്റ് സട്ടിൽ ആയിട്ടുള്ള ഷെയ്ഡാണ്. ഇവിടെ ആണെങ്കിലും അതെ നമ്മുടെ ആ യെല്ലോയിഷ് കളറൊക്കെ ജസ്റ്റ് ഒരു ബ്രൗൺ ആക്കി. അതുപോലെ ഇവിടെയും കുറച്ച് ഹൈലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് ഒരു മൊത്തത്തിലൊരു ക്ലാസ് ലുക്കുള്ള ഭയങ്കര യെല്ലോയിഷ് അല്ലാത്ത ഒരു ഹെയർ കളർ ആക്കി എടുത്തു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടെ. ഒരു ചേഞ്ച് ആയിക്കോട്ടെ. ഇപ്പൊ എപ്പോഴും നമ്മൾ ഭയങ്കര ജിൽജിലായിട്ടുള്ള കളേഴ്സ് ഒക്കെ അടിക്കണം. ഇപ്പൊ ഒരു സട്ടിലായിട്ടുള്ള ലുക്ക് ക്ലാസി ആയിരുന്നു കേട്ടോ കാണാനായിട്ട്. എനിക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ ശരിക്കും ഭയങ്കര വെയിറ്റ്ലെസ് ഫീൽ ചെയ്യണു ഹെയർ ഭയങ്കരമായിട്ട്. രാവിലെ ഇഷ്ടപ്പെട്ടോ? അതുകൊണ്ടാണല്ലോ ഞാൻ വെട്ടി തന്നല്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും. അപ്പോ താങ്ക് യു. കാണാം. അങ്ങനെ നമ്മള് കംപ്ലീറ്റ് പരിപാടികളും കഴിഞ്ഞ് ഞാൻ ഹാപ്പി ആയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാട്ടോ. ഇനിയിപ്പോ വീട്ടിൽ ചെന്നിട്ട് അമ്മമാരുടെ റിയാക്ഷൻ ഒക്കെ അറിയണം. അനന്തൂടെ അമ്മയുടെ അതുപോലെ എന്റെ വീട്ടിലെ അമ്മയുടെ ഒക്കെ റിയാക്ഷൻ ഒക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക് എന്താണ് അവസ്ഥ എന്നുള്ളത്. ഇന്നിപ്പോ ഹെയർ കട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ ആട്ടോ. ഇന്നലെ രാത്രി തന്നെ അനന്തൂടെ അമ്മ കണ്ടു കേട്ടോ. ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല ആ ഒരു മൊമെന്റ്. പക്ഷെ അമ്മയ്ക്ക് വലിയ റിയാക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കൊള്ളാട്ടം മോളെ രസമുണ്ട്. ആ ഒരു മറ്റേ കളർ പോയപ്പോഴത്തേക്ക് ഇപ്പൊ വേറൊരു ലുക്ക് ഉണ്ട്. അതാണ് അമ്മ പറഞ്ഞത്. പക്ഷെ എന്റെ അമ്മ എനിക്ക് തോന്നുന്നു നല്ല രീതിക്ക് റിയാക്ട് ചെയ്ത് തോന്നുന്നു ഞാൻ ഹെയർ കട്ട് ചെയ്ത്. അപ്പൊ ചെന്ന് നോക്കട്ടെ. എന്റെ അമ്മയ്ക്കായിരുന്നു കേട്ടോ ഒട്ടും ഇഷ്ടമില്ലാത്ത ഹെയർ കട്ട് ചെയ്ത് മുടി വളർത്തണം, പെമ്പിളർക്ക് മുടി വേണം, അതൊക്കെയായിരുന്നു എന്റെ അമ്മയുടെ ഒരു കൺസെപ്റ്റ്. അപ്പൊ ഇന്നിപ്പോ ചെല്ലുമ്പോഴത്തേക്കും അമ്മയുടെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാട്ടോ. ഇന്നലെ പാർട്ടിയും കഴിഞ്ഞിട്ട് രണ്ടെണ്ണങ്ങള് വീട്ടിൽ പോവാണ്ടോടെ ഇപ്പുണ്ട്. കുളിച്ചിട്ടില്ല ഇന്നലത്തെ അതേപോലെ ഞാൻ കുളിച്ചു. എനിക്ക് മനസ്സിലായി ആ കട്ടില് അലമാരി. നീ പോടാ. അമ്മ ചെറിയൊരു വിശേഷമുണ്ട്. അയ്യോ അതല്ല, കൊള്ളില്ലേ? എന്താ മുടി ഇത്ര പറയാനുള്ള? ഞാൻ ഓർത്തന്നെ വീട്ടിൽ കയറ്റില്ല. നോക്ക് നോക്ക് എന്താ കുഴപ്പം? എന്താ പ്രശ്നം എന്നറിയോ? മുടിയുടെ അറ്റം മറ്റേ ബ്ലീച്ച് ചെയ്തിട്ട് നേരത്തെ കളർ ചെയ്തത് ഇങ്ങോട്ട് കാണൂല അമ്മേനെ. എന്നിട്ട് അത് ഇന്നലെ കഴുകി കഴിഞ്ഞിട്ട് രാഹുൽ വലിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മുടി റബ്ബർ ബാൻഡ് പോലെ ആയിട്ട് പിന്നെ അതിങ്ങനെ ദ്രവിച്ച് കയ്യിലോട്ട് വന്ന പോലെ പോകുന്നു. അപ്പൊ അതുകൊണ്ടിട്ട് ഇനി അതില് കളർ ചെയ്താലോ എന്തെങ്കിലും ചെയ്താലോ കാര്യമില്ല, വെറുതെ നീട്ടിടാന്നല്ല ശരണ ഇവിടുത്തെ മുടിയും കൂടി അതിനെ എഫക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ എന്തിനു പറ്റിച്ചു രാഹുലേ? ഒന്നും തോന്നരുതേ. പറ്റിച്ചെല്ലാം കാര്യം പറഞ്ഞതാ. എന്നോടും പെട്ടെന്ന് രാഹുലിനെ വെട്ടാൻ മനസ്സുണ്ടായില്ല. ഞാൻ വെട്ടിക്കോ രാഹുല, കാരണം ഇങ്ങനെ തൂക്കിയിട്ടൊരു കാര്യമില്ല എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇതാക്കി കളറും മാറ്റി. കൊള്ളാമോ? കൈയുണ്ണി ആദ്യം എണ്ണയൊക്കെ ഇട്ട് മുടി വളർത്തി കൊണ്ടുവന്നിട്ട് നോക്കണം. എന്താ പ്രശ്നം? പിന്നെ അത് ഞാൻ എന്തോരം പറഞ്ഞാലോ എന്ത് സാധനം നിന്നുകൂടും കാര്യം വേണ്ട. പോടാ വേണ്ട. ഇവൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണായിരുന്നു. നല്ല ചീത്ത കിട്ടണല്ലോ. ഭാഗ്യം അമ്മ ഇതിലൊതുക്കിയത്. അവിടെ അവളെ എന്തോരം പാട് പറഞ്ഞ മുടി ഒന്ന് നീളം വെക്കാൻ. നിന്റെ ഭർത്താവായിരിക്കും. ഭർത്താവ് പറഞ്ഞ വെട്ടിക്കോളാൻ. അബിയും പറഞ്ഞ എന്നോട് വെട്ടിക്കോന്ന്. അബി എന്നോട് കൊറേ പ്രാവശ്യം പറഞ്ഞു വെട്ടിക്കോ മുടിന്ന്. എന്നിട്ട് സൈലന്റ് ആയിട്ടിരിക്കും. ഇവൻ പറഞ്ഞ വെട്ടെന്ന് കൊറേ പ്രാവശ്യം പറഞ്ഞു. ഞാൻ ഇവിടെ വന്നിട്ട് അമ്മ ഒരു വിശേഷമാണെന്ന് പറഞ്ഞപ്പേ എന്ത് വിശേഷം ഓടി പണ്ട് പ്രഗ്നന്റ് എങ്ങാനും ആയാന്നുണ്ടോ വിചാരിച്ചു. അതല്ല ഗൈസ്, മുടി വെട്ടിയതായിരുന്നു വിശേഷം. കാരണം കുറെ നാളായിട്ട് അലന്തൂര് എനിക്ക് വാണിങ് തന്നോണ്ടിരിക്കണായിരുന്നു വെട്ടരുത് തൊടരുത് എന്നുള്ളത്. പക്ഷെ അമ്മ നല്ല രസം ഉണ്ടെന്ന് പറഞ്ഞു. അമ്മയുടെ റേഷൻ എടുക്കാൻ പറഞ്ഞു ഇന്ന് രാത്രി അതുകൊണ്ടിട്ട് അങ്ങനെയൊന്നും അല്ല പറഞ്ഞു. അമ്മ പറഞ്ഞ് മോനെ രസമുണ്ട്, മറ്റേ ഹെയർ വേറെ മറ്റേത് ചെമ്പൻ കളറായിരുന്നെങ്കിൽ ഇപ്പൊ നല്ല കളറായി നല്ല രസമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഗൈസ് ഇതായിരുന്നു എന്റെ ഒരു ഹെയർ കളറിംഗ് വ്ലോഗ് പ്ലസ് റിയാക്ഷൻ. എടി പറ, നീ പറഞ്ഞില്ല ഇങ്ങനെ മുടി എങ്ങനെയുണ്ട്? നീ കണ്ടു രാത്രി. നല്ല കാര്യം പറയാണ്ടിരുന്നത് കിട്ടൂല. ഞാനെന്തോ കൂടി അങ്ങനെ ആക്കിയത്. അതെ ഗൈസ്, അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്നൊരു വലിയ മേക്ക് ഓവർ ഡേ ആയിരുന്നല്ലോ ഇന്നലെ. ഞാൻ, അനന്തു, അബി ഞങ്ങളെല്ലാരും മുടിയൊക്കെ വെട്ടി സുന്ദരന്മാരായി. ഇവന് വിഷമം ഞങ്ങൾ തെറി പറഞ്ഞില്ലെന്നാണോ എന്റെ വിഷമം?
അപ്പോ ഇത്രയൊക്കെയാണ് നമ്മുടെ വ്ലോഗ് ഗൈസ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അല്ലേ. ബൈ.